വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് ചെറുതല്ലാത്ത നേട്ടം. ആഭ്യന്തര മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ രമേശ് ചെന്നിത്തല ആദ്യമായി വിജയിച്ചപ്പോൾ തന്നെ മന്ത്രി പദത്തിലെത്തുന്ന എം ലിജു എന്നിവരിലൂടെയാണ് ജില്ലയുടെ ശക്തമായ സാന്നിധ്യം ഭരണകേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് അത് വലിയ നേട്ടമായിരിക്കുന്നു. കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെയുള്ള മുതിർന്ന നേതാവും ജനപ്രതിനിധി എന്ന നിലയിൽ പരിചയസമ്പന്നനുമായ രമേശ് ചെന്നിത്തല, യുവജനങ്ങളുടെ ആവേശവും സർവ്വസമ്മതനുമായ എം ലിജു എന്നിവരിലൂടെ ജില്ലയുടെ സാന്നിധ്യം ഭരണ നേതൃത്വത്തിൽ പ്രതിഫലിക്കും. പുതിയ സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയ്ക്കും ഓണാട്ടുകരയ്ക്കും ലഭിച്ചിരിക്കുന്ന പ്രാധാന്യം പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത്. ദീർഘകാല രാഷ്ട്രീയ പരിചയവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ സാന്നിധ്യവും പുലർത്തുന്നയാളാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകൾ പുതിയ മന്ത്രിസഭയുടെ രൂപീകരണത്തിൽ നിർണായകമായിരുന്നുവെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ. ജില്ലയുടെ ശബ്ദം സംസ്ഥാന തലത്തിൽ കൂടുതൽ ശക്തമായി ഉയരാൻ രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്ത് സഹായകരമാകും. അതേസമയം സംഘടനാ തലത്തിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച എം ലിജു യുവ നേതാവ് എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയനാണ്. ലിജുവിന്റെ സാന്നിധ്യവും ജില്ലയ്ക്കും പ്രത്യേകിച്ച് ഓണാട്ടുകരയ്ക്കും അധിക കരുത്തായി ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ പ്രതിഫലിക്കും. യുവജനങ്ങളുമായും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായുമൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവെന്ന നിലയിൽ എം ലിജുവിന്റെ രാഷ്ട്രീയ ഇടപെടലുകളും ജില്ലയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. പുതിയ മന്ത്രിസഭയുടെ രൂപീകരണത്തോടെ ആലപ്പുഴ ജില്ലയ്ക്കാകെ വികസന പ്രതീക്ഷകളും ഉയർന്നിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം, തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, കാർഷിക മത്സ്യബന്ധന മേഖലയിലെ വെല്ലുവിളികൾ എന്നിവയിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. CDNet ന്യൂസ്, കായംകുളം.